ഹലോ ഫ്രണ്ട്സ്, അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നമുക്കറിയണം. സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി സ്റ്റഡി ഓഫ് ഇൻ്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിത്ത് മാറ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് മാറ്ററുമായി ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പല ഫിനോമിനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ ബ്രോഡ്ലി രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. ഈ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തതാണ്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയാണ്. അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയെ വീണ്ടും നമ്മൾ അബ്സോർപ്ഷൻ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് എമിഷൻ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. എന്താണ് ഒരു അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി? ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ മറ്റ് എൻവിയോൺമെൻറ്റൽ ലബോറട്ടറീസിലുമെല്ലാം ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഒരു വൈഡ് ഫീൽഡാണ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ട്രേസ് മെറ്റാലിക് എലമെൻസിൻ്റെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു മേജർ ടൂളാണ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. നമുക്കറിയാം, ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു എനർജി ലെവൽസിൽ അഥവാ അറ്റോമിക് ഓർബിറ്റൽസിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ അവിടെ എന്താണ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് മൂലം സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോൺ മറ്റൊരു ഓർബിറ്റിലേക്ക് അവിടെ എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിസിൽ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ആറ്റം മോഡലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വെക്റ്റർ ആറ്റം മോഡലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് അതുവരെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് അറ്റോമിക് മോഡൽസിനെ കുറിച്ചിട്ട് നമുക്കൊരു ബ്രീഫ് ഐഡിയ വേണം. ഇത്തരത്തിൽ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആറ്റം മോഡലാണ് തോംസൺസ് മോഡൽ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു തോംസൺസ് മോഡൽ, ആറ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതാണ് തോംസൺ മോഡൽ പറയുന്നത്. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. അതിൽ ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന് ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് പിന്നീട് വന്ന റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീടാണ് നമ്മുടെ റുദർഫോർഡ്സ് ആറ്റം മോഡൽ വരുന്നത്. റുദർഫോർഡ് മോഡൽ ആറ്റത്തിനെ കുറിച്ചുള്ള ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയുണ്ടായി. ആറ്റം കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ പാർട്ട് കോൾഡ് ന്യൂക്ലിയസ്. അത് ആറ്റത്ത് പാർട്ടുണ്ട്, മാസീവ് ആയിട്ടുള്ളൊരു സെൻട്രൽ പാർട്ടുണ്ട്, അതിന് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സ്മോൾ ആണ്. റുദർഫോർഡ് മോഡലിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും റുദർഫോർഡ് മോഡൽ എന്തായി? ഫെയിലായി. നെക്സ്റ്റ് വന്നിട്ടുള്ള കുറച്ചുകൂടെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു അറ്റോമിക് മോഡലായിരുന്നു ബോർ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ബോർ, ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സർക്കുലാർ ഓർബിറ്റ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലാർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുക എന്നാണ് ബോർ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ്, ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ക്വാണ്ടൈസ്ഡ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് L is equal to NH divided by 2π. ഇത്തരത്തിൽ ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസിഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അവിടെ ക്വാണ്ടം ഓഫ് എനർജി എമിറ്റ് ചെയ്യപ്പെടുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോർ മോഡലിൻ്റെയും ഡ്രോബാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഫൈൻ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡലിന് സാധിച്ചില്ല. അതുപോലെ തന്നെ സ്റ്റാർക്ക് എഫക്റ്റ്, സീമാൻ എഫക്റ്റ് എന്ന് പറയുന്ന മറ്റ് ഇഫക്റ്റുകളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ബോർ മോഡൽ പരാജയപ്പെട്ടു. പിന്നീടാണ് ബോർ സമ്മർഫീൽഡ് മോഡൽ വരുന്നത്. അപ്പോൾ ബോർ സമ്മർഫീൽഡ് മോഡൽ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു സർക്കുലാർ ഓർബിറ്റിലല്ല, മറിച്ച് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, വിത്ത് ന്യൂക്ലിയസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. അതായത് നമ്മൾ ബോർ മോഡലിൽ പറഞ്ഞു ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞത്, സമ്മർഫീൽഡ് പറഞ്ഞത് എന്താണ്? ഇലക്ട്രോൺസ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. എന്നാൽ ഈ മോഡലിനും കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ
ദ സ്പെക്ട്രൽ ലൈൻസ്, അതായത് കറക്റ്റ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൊക്കെ ഈ മോഡലും പരാജയപ്പെട്ടു. പിന്നീടാണ് നമ്മുടെ വെക്റ്റർ ആറ്റം മോഡൽ വരുന്നത്. സോ ഈ വെക്റ്റർ ആറ്റം മോഡൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ബോർ സമ്മർഫീൽഡ് മോഡൽ എന്നാണ്. അതായത് ബോർ സമ്മർഫീൽഡ് മോഡലിൻ്റെ കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് വെക്റ്റർ ആറ്റം മോഡൽ. വെക്റ്റർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഒരു അറ്റോമിക് മോഡലാണ്. അപ്പോൾ ഈ മോഡലിൽ നമ്മൾ ഈ ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെക്റ്റേഴ്സ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ വെക്റ്റർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വെക്റ്റർ ആറ്റം മോഡൽ ഈസ് ദി കൺവീനിയൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ആറ്റം. സോ എന്താണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് പറയുക, ഇറ്റ് ഈസ് ദി റൊട്ടേഷണൽ ഇഫക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം, or it is the moment of linear angular momentum, linear momentum. സോ ഇപ്പോൾ ആംഗുലാർ മൊമെൻറ്റം നമുക്ക് എങ്ങനെ പറയാം, ഇപ്പോൾ ഒരു ആക്സിസിനെ ബോട്ടായിട്ട് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആറ്റത്തിൽ നോക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഓർബിറ്റിൽ. സോ the angular momentum due to this motion is called the orbital angular momentum. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഓർബിറ്റിൽ. അതുമൂലമുണ്ടാകുന്ന ആ റെവല്യൂഷൻ മൂലമുണ്ടാകുന്ന ആംഗുലാർ മൊമെൻറ്റത്തെ നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയും. ഇത് നമ്മൾ ക്യാപിറ്റൽ എൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ഇലക്ട്രോൺ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്വന്തം ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തം ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുക. ദ ആംഗുലാർ മൊമെൻറ്റം arises due to this spin is called the spin angular momentum. നമ്മൾ ക്യാപിറ്റൽ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ എൽ ഇസ് ഈക്വൽ ടു എം വി ആർ. ദെൻ അക്കോർഡിംഗ് ടു ബോർ മോഡൽ നമ്മൾ ഓൾറെഡി എല്ലിനൊരു ഇക്വേഷൻ പറഞ്ഞു, L is equal to NH divided by 2 pi. From that we can write that L is equal to mvr which is equal to H cross. H cross എന്ന് പറയുന്നത് H divided by 2 pi ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ആറ്റം മോഡലിൻ്റെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്പിൻ ക്വാണ്ടൈസേഷൻ. സോ വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ? എന്താണ് ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് സെർട്ടൻ സെലക്റ്റഡ് വാല്യൂസ് മാത്രം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയും. ഇപ്പോൾ ഒരു ആറ്റത്തിൽ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്, ക്വാണ്ടൈസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ വേരിയസ് ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ്. ഇത് അതിന് സെർട്ടൻ സെലക്റ്റഡ് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനി എന്താണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് നോക്കാം. ഇപ്പോൾ ക്ലാസിക്കൽ വ്യൂ പ്രകാരം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഓൾ പോസിബിൾ ഓറിയൻറ്റേഷൻ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അതാണല്ലോ ബോർ സമ്മർഫീൽഡ് മോഡലൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇത് ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂക്ലിയസിന് ചുറ്റും വേരിയസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, റിവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ക്ലാസിക്കൽ വ്യൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ സെൻറ്ററിൽ നമ്മളുടെ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും അതാ ഇലക്ട്രോണ് വേരിയസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സിൽ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അക്കോർഡിംഗ് ടു വെക്റ്റർ ആറ്റം മോഡൽ ദിസ് ഇസ് നോട്ട് സോ. അതായത് ഇറ്റ് cannot have all possible orientations. It can have only selected orientations. അതായത് നമ്മൾ പറഞ്ഞ മാതിരി എല്ലാ ഓറിയൻറ്റേഷൻസും പോസിബിൾ അല്ല. അതായത് ഒരുപാട് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സിലുള്ള ഒരുപാട് ഓറിയൻറ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ എല്ലാ ഓറിയൻറ്റേഷനും എന്തല്ല, പോസിബിൾ അല്ല. മറിച്ച് ചില സെർട്ടൻ സെലക്റ്റഡ് ഓറിയൻറ്റേഷൻസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ താഴെ കൊടുത്തിട്ടുള്ള മറ്റൊരു ഫിഗർ കണ്ടില്ലേ, ഇത് ന്യൂക്ലിയസിന് ചുറ്റും നമ്മളുടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ്, ഇലക്ട്രോൺ ഓർബിറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ Z ആക്സിസിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ദിസ് ആംഗുലാർ മൊമെൻറ്റം വിൽ പ്രിസസ് അബൌട്ട് ദിസ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യും,
ഈ ആംഗുലാർ മൊമെൻറ്റം പ്രിസൈസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലാമർ പ്രിസിഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് ഫീൽഡ് അപ്ലൈ ചെയ്ത ആക്സിസ് ഇത് റിവോൾവ് ചെയ്തു പ്രിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പമ്പരം കറങ്ങുന്ന പോലെ ഒരു ആക്സിസിനെ ബൗട്ടായിട്ട് ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രിസിഷൻ, ലാമർ പ്രിസിഷൻ എന്നൊക്കെ പറയുന്നത്. According to vector atom model, this orbital angular momenta in magnitude and direction are quantized. So spatial quantization എന്താണ് പറയുന്നത്? Quantization of the orbital angular momentum of an electron both in magnitude and direction in space along the direction of the external magnetic field is space quantization. നെക്സ്റ്റ് പറയുന്നത് സ്പിൻ ക്വാണ്ടൈസേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി സ്പേഷ്യൽ ക്വാണ്ടൈസേഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ വിച്ച് ഈസ് ക്വാണ്ടൈസ്ഡ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ പറയണത്. നമുക്ക് പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് അല്ലെങ്കിൽ സ്പിൻ അപ്പ് അല്ലെങ്കിൽ സ്പിൻ ഡൗൺ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെന്തുണ്ടായിരിക്കും, ഒരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ താഴെ, ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു ആർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഈ സ്മോൾ എൽ എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓർബിറ്റൽ. ഈ ഒരു ഭാഗത്ത് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ്, അതുപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നതെന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇപ്പോൾ നമ്മളെ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ, റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. ദെൻ നമുക്കറിയാം എൽ സെഡ് എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് ഡയറക്ഷനിലുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ എൽ സെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെഡ് കമ്പോണൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം വിച്ച് ഈസ് ഗിവൺ ബൈ എൽ സെഡ് ഇസ് ഈക്വൽ ടു എം എൽ എച്ച് ക്രോസ് എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. ദിസ് എം എൽ ക്യാൻ ടേക്സ് വാല്യൂസ്, അത് എം എല്ലിൻ്റെ വാല്യൂസ് മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെ വേരി ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് സീറോ കൂടെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതായത് ടോട്ടൽ 12+1 വാല്യൂസ് ആയിരിക്കും എം എല്ലിന് ടേക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. അതായത് എൽ ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് നമുക്കറിയാം എം എല്ലിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും, മൈനസ് എൽ ടു പ്ലസ് എൽ ഇൻക്ലൂഡിങ് സീറോ. സോ എം എൽ എന്ന് പറയുന്നത് -2 -1 0 +1 +2 എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് എൽ ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് ഇതിന് 5 പോസിബിൾ ഓറിയൻറ്റേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതാണ് ആ ഫിഗറിൽ നമ്മൾ കാണിച്ചേക്കുന്നത്. 0 ഉണ്ട്, അതുപോലെ തന്നെ +1 +2 -1 -2 എന്ന് പറയുന്ന 5 ഓറിയൻറ്റേഷനാണ് ആംഗുലാർ മൊമെൻറ്റത്തിന് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, ഈ ആംഗുലാർ മൊമെൻറ്റത്തിന് വിച്ച് ക്യാൻ ടേക്ക് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ സ്പിൻ ക്വാണ്ടൈസേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണ് അതിൻ്റെ തന്നെ ആക്സിസിനെ ബൗട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, സ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയും. അപ്പോൾ ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് ക്രോസ്. അവിടെ ഈ സ്മോൾ എസ് എന്ന് പറയുന്നത് എന്താണ്, സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ദെൻ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, അല്ലെങ്കിൽ അഥവാ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിന് നമ്മൾ എസ് സെഡ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എസ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എം എസ് എച്ച് ക്രോസ് എന്ന് പറയുന്നത് മറ്റൊരു ക്വാണ്ടം നമ്പർ ആണ്. ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ എം എസിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 2s + 1 എക്സ്ക്ലൂഡിങ് 0, അതിൽ 0. സോ ഈ എസ് ഹാഫ് ആവുന്ന സമയത്ത് എം എസിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എത്രയായിരിക്കും,
നമുക്കറിയാം 2s + 1 ആണെന്ന് പറഞ്ഞു. 2 × ½ + 1 2 വാല്യൂസ്, ആകെ 2 വാല്യൂസ് ആണ് അതിന് എടുക്കാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് +12, അടുത്തെന്ന് പറയുന്നത് -12 അത് SZ ആട്ടോ. സോ ഇത്തരത്തിൽ സ്പിന്നിന് എടുക്കാൻ പറ്റുന്ന 2 ഓറിയന്റേഷൻസ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. Z ആക്സിസ് അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനെടുക്കാൻ പറ്റുന്ന 2 ഓറിയന്റേഷൻസ് +12 ആൻഡ് -12. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്പിൻ ആംഗുലാർ മൊമെന്റത്തിനെ കുറിച്ചിട്ടും പറഞ്ഞു. ഇപ്പം ഒരു ഇലക്ട്രോണിന് എന്തുണ്ട്, ഒരു ആറ്റത്തിൽ ഉള്ള ഇലക്ട്രോൺ, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റും ഉണ്ട്, അതുപോലെ തന്നെ സ്പിൻ ആംഗുലാർ മൊമെന്റും ഉണ്ട്. സോ ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക J എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദി വെക്റ്റർ സം ഓഫ് ദിസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആൻഡ് സ്പിൻ ആംഗുലാർ മൊമെന്റം. അപ്പോൾ ഇതാണ് വെക്റ്റർ ആറ്റം മോഡൽ പറയുന്നത്. വെക്റ്റർ ആറ്റം മോഡൽ സജസ്റ്റ് ദാറ്റ് J is the vector sum of L and S. അതിനോട് നമുക്ക് J എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? J = L + S. യുടെ മാഗ്നിറ്റ്യൂഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് √J × J + 1 × H ക്രോസ്. ഇവിടെ ഈ J എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. സ്മോൾ j റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ J ഫോർ ക്യാൻ ടേക്ക് വാല്യൂസ് എന്ന് പറയുന്നത് L + S മുതൽ L - S വരെയുള്ള വാല്യൂസ് അതിന് ടേക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ J + S, L + S അല്ലെങ്കിൽ L - S എന്നുള്ളത് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് നോക്കിയറിയാം L and S ആർ അലൈൻഡ് ആണ്. സോ വിൽ ഗെറ്റ് J = L + S. സെക്കൻഡ് ഫിഗറിലാണെങ്കിൽ L and S എന്ന് പറയുന്നത് ആണ്. സോ J = L - S. ഈ L ഉം തമ്മിലുള്ള ആംഗിൾ നമ്മൾ തീറ്റ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ആംഗിൾ എത്രയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം J² J എന്ന് പറയുന്നത് L + S ആണ് നമ്മൾ പറഞ്ഞു. സോ J² ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് L + S × L + S. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ L² + S² + 2L.S which is equal to L² + S² + 2 L.S നമ്മൾ LS cos θ എന്ന് എഴുതുകയാണ്. ഇനി അതിന് cos θയുടെ ടേംസിലോട്ട് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി. ദാറ്റ് ഇസ് cos θ = J² - L² - S² / 2LS. ഇനി ഫൈ എന്ന് പറയുന്ന ആംഗിൾ നമ്മുടെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം വെക്റ്റർ J Z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് വിചാരിക്കാം. ദെൻ cos ഫൈ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? JZ / J which is equal to MJ / √J × J + 1 മേലെയും താഴെ എന്തുണ്ടായിരിക്കും? ഒരു H ക്രോസ് ഉണ്ടായിരിക്കും. അത് ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. സോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് വെക്റ്ററിനെ പറ്റിയിട്ടാണ്. ഇതിലിപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ക്വാണ്ടൈസ്ഡ് വെക്ടേഴ്സ് L and S. അതായത് ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു ഓർബിറ്റൽ ആൻഡ് സ്പിൻ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. അവർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്വാണ്ടൈസ്ഡ് വെക്ടേഴ്സ് ആയിട്ടുള്ള L ഉം S ഉം വെച്ചിട്ടാണ്. ഹെൻസ് this atomic model is called vector atom model. So thank you.